എനിക്ക് ഇങ്ങനെ റെക്കോർഡ് ചെയ്യാനായിട്ട് ഇഷ്ടം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയുകയും ചെയ്യാം, അതേമാതിരി തന്നെ എനിക്ക് കാര്യങ്ങളെല്ലാം കാണുകയും ചെയ്യാം. ഓക്കെ, സോ എല്ലാവർക്കും എന്താ പറയുക, ബിസിനസ്സിന് അല്ലെങ്കിൽ എൻ്റെ കരിയറിനായാലൊക്കെ സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇൻഗ്രീഡിയൻറ്റ് ഞാൻ വിചാരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാ കാര്യത്തിലും നമുക്ക് വേണം. ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ്, ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. ഓക്കെ, അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് എന്തുകൊണ്ടാണ് ഞാൻ പോസിറ്റീവ് മൈൻഡ് സെറ്റിൻ്റെ കാര്യം പറയുമ്പോൾ, ആ പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടായാലാണ് നമുക്ക് കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ളൊരു എനർജി ഉണ്ടാവുള്ളൂ, ഒരു പാഷനേറ്റായിട്ട് നമുക്ക് ചെയ്യാനുള്ളൊരു, അതായത് ഇത് നടക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് വരുള്ളൂ. ആ നടക്കും എന്നുള്ള കോൺഫിഡൻസാണ് നമ്മുടെ മൈൻഡിന് എന്താ പറയുക ഫ്യൂവലായിട്ട് നിൽക്കുന്നത്. അതായത് ഇപ്പം ഞാൻ ഈ കാര്യം ചെയ്യാൻ പോവുകയാണ്, അതിലൊരു സക്സസ് ഉണ്ട്, അതായത് അതിൻ്റെ എൻഡ് പ്രോഡക്റ്റ് സക്സസ് ആണ് എന്ന് പറയുമ്പോഴാണ് അപ്പോൾ നമ്മുടെ മൈൻഡ് വർക്ക് ചെയ്ത് തുടങ്ങും. ഓക്കെ, മൈൻഡിനറിയാം, ഓക്കെ ഇത് സക്സസ് ആവാൻ പോവുകയാണ്. മൈൻഡിന് എപ്പോഴും സക്സസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സക്സസ് ആവാൻ പോവുകയാണ്, അപ്പോൾ ഇത് നടക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മുടെ മൈൻഡ് സ്റ്റാർട്ട് ചെയ്യും വർക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പോസിറ്റീവ് റിസൾട്ട്സ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ മൈൻഡ് ഭയങ്കര ഹാപ്പിയാവും, അത് നമ്മുടെ കോൺഫിഡൻസ് കൂട്ടും. ഓക്കെ, സോ പോസിറ്റീവ് മൈൻഡ് സെറ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്, തൂളുന്നുള്ള. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്തായാലും അതിനെക്കുറിച്ച് നെഗറ്റീവ് മൈൻഡ് സെറ്റിനെ കുറിച്ചിട്ടും പറയണം. ഇതെന്താണ് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാക്കുന്ന ആക്ടിവിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പോസിറ്റീവ്നെസ് നമ്മുടെ ഓപ്ഷൻസിനെ ബ്രോഡൻ ചെയ്യും. ഓക്കെ, അതായത് നമ്മുടെ ബ്രെയിനിനെ ഫങ്ഷൻ ചെയ്യുമ്പോൾ അത് ബ്രോഡൻ ചെയ്യും, നല്ല ഹാപ്പി ആയിട്ടിരിക്കുക, ജോയ് ആയിട്ടിരിക്കുക എന്നൊക്കെ. ആ സമയത്തൊക്കെ നമുക്ക് ഓപ്ഷൻസൊക്കെ ഭയങ്കര കൂടുതലുള്ളതായിട്ട് ഫീൽ ചെയ്യും, നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാം എന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് ആകുമ്പോൾ നമ്മൾ കുറച്ച് ഫിയർഫുള്ളാണ്. ഓക്കെ, നെഗറ്റീവ് തോട്ട്സാണ് നമ്മുടെ നെഗറ്റീവ് ഹോർമോൺസ് അല്ലെങ്കിൽ അതൊക്കെയാണ് പുഷ് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഓപ്ഷൻസ് എല്ലാം ചെറുതായി വരും. അതാണ് ഇതിൻ്റെ പ്രശ്നം. ഓക്കെ, അപ്പോൾ ചെറുതായി വരുമ്പോൾ നമ്മൾ ഫിയർഫുള്ളാവും, നമ്മൾ ചെയ്യുന്ന കാര്യത്തിലൊന്നും കോൺഫിഡൻ്റ് അല്ല, ചെയ്യുന്ന കാര്യത്തിൽ നമുക്കൊരു കോൺഫിഡൻസ് ഇല്ല അത് സക്സസ് ആവും എന്നുള്ള കാര്യം. പക്ഷേ മറ്റേതിൽ നമുക്ക് സക്സസ് ആവും എന്നൊരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് നമ്മളതിൻ്റെ പാഷനേറ്റായിട്ട് ചെയ്യും. അപ്പോൾ അതിന് പോസിറ്റീവ് റിസൾട്ട്സ് വരാനായിട്ടുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്.